ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 10 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. നിലവിൽ ഇപ്പോൾ നമ്മുടെ ഗ്രനോള പണ്ടത്തേക്കാൾ നല്ല രീതിയിൽ സ്ട്രോങ്ങർ ആയി. ആ ഒരു 2 കണ്ണും റെഡ് കളർ ആയത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ അതിനുശേഷം പിന്നെയും വെജീറ്റ വേഴ്സസ് ഗ്രനോള എന്നൊരു ഫൈറ്റ് ഉണ്ടാകുന്നു. വെജീറ്റ ഓൾറെഡി അൾട്രാ ഈഗോ ഫോമിലാണ് ഉള്ളത്. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ പിന്നെയും വെജീറ്റ നല്ല രീതിയിൽ അടി വാങ്ങുന്നുണ്ട്. ഇപ്പോൾ ഗ്രനോളയുടെ അറ്റാക്ക് പോലും വെജീറ്റയ്ക്ക് തടഞ്ഞു നിർത്താൻ കഴിയുന്നില്ല. അങ്ങനെ വെജീറ്റ അൾട്രാ ഈഗോ ഫോമിൽ നിന്നും ബേസ് ഫോമിലേക്ക് മാറുന്നു. എന്തായാലും നിങ്ങളുടെ സയൻസിന്റെ വിധി അവസാനം മരണം മാത്രമാണ് എന്ന് പറഞ്ഞ് ഗ്രനോള വെജീറ്റയുടെ തലയ്ക്ക് കാലെടുത്തു വയ്ക്കുന്നു. വെജീറ്റ, നീ അധികം സംസാരിക്കല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു കാൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നീ ഈ ഫൈറ്റിൽ തോറ്റു, അത് നീ സമ്മതിച്ച് താ എന്ന് ഗ്രനോള വെജീറ്റയോട് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് അവിടെ ഗോക്കു കടന്നു വരുന്നു. വന്ന ഉടൻ തന്നെ ഗ്രനോളയ്ക്ക് ഒരു പഞ്ചും കൊടുക്കുന്നുണ്ട്. ഈ സമയം ഗ്രനോള നീ പിന്നെയും വന്നോ എന്ന് ഗോക്കുവിനോട് ചോദിക്കുന്നു. ഈ സമയം നമ്മുടെ ഗോക്കു വെജീറ്റയോട് പറയും, ഇനി ഗ്രനോളയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോഴേക്കും ഗോക്കു വെജീറ്റയെ നോക്കി ഒരടി അങ്ങ് കൊടുക്കുന്നു. ആ ഒരു അടിയിൽ ഗോക്കു തെറിച്ചടിച്ച് വീഴുന്നുമുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് കണ്ട് ഞെട്ടിപ്പോയി. ഈ സമയം ഗോക്കു പറയുന്നു, ഡാ മോനെ നിനക്ക് എന്താ പറ്റിയേ? വെജീറ്റ പറയും, ഞാൻ എനിക്ക് ബാക്കപ്പായി നിന്നോട് നിൽക്കാൻ വേണ്ടി പറഞ്ഞോ, പിന്നെ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നത്? ഇത് കേട്ടപ്പോൾ തന്നെ ഗോക്കു ചോദിക്കുന്നുണ്ട്, ഡാ നീ പഴയതുപോലെ ആയോ? ഗോക്കു സഹായിക്കാൻ വേണ്ടി വന്ന് അടി എരന്ന് വാങ്ങിയതുപോലെ ആയിപ്പോയി. അങ്ങനെ ഈ സമയം ഗ്രനോള പിന്നെയും വെജീറ്റയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഈ സമയം വെജീറ്റയെ തട്ടി മാറ്റി ഗോക്കു പിന്നെയും ഗോക്കു വേഴ്സസ് ഗ്രനോള എന്നൊരു ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ ഗ്രനോള എപ്പോഴും ഗോക്കുവിന്റെ ആ ഒരു വീക്ക് പോയിന്റ് നോക്കിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഗോക്കു തന്റെ ബോഡിയിൽ നിന്നും ആ ഒരു വീക്ക് പോയിന്റ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വെജീറ്റ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. അപ്പോഴാണ് വെജീറ്റ ഗോക്കു വേഴ്സസ് ഗ്രനോള എന്നൊരു ഫൈറ്റ് കാണുന്നത്. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ രണ്ടുപേരും പഞ്ച് ചെയ്ത് നിലത്തേക്ക് വീഴുന്നു. ഗോക്കു ആണെങ്കിൽ വെജീറ്റയുടെ അടുത്താണ് വീഴുന്നത്. ഈ സമയം വെജീറ്റ പറയും, ഇനി ഞാൻ നോക്കിക്കോളാം, നീ ഇടപെടേണ്ട. അപ്പോൾ തന്നെ ഗോക്കു പറയുന്നുണ്ട്, അതിനും മാത്രം എന്താണ് അവരുമായി ഫൈറ്റ് ചെയ്യാനുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല, വെജീറ്റയുടെ ക്യാരക്ടർ നമുക്ക് അറിയുന്നതല്ലേ, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗോക്കു ഈ സമയം ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒറ്റയ്ക്ക് അവരെ ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കുമോ? വെജീറ്റ പറയും, ഗ്രനോളയുടെ ടെമ്പററി ആയിട്ടുള്ള ഒരു പവറാണ്, അവന് സ്വന്തമായിട്ടൊരു പവർ ഇല്ല, അവന്റെ ലിമിറ്റിനനുസരിച്ചിട്ട് ഞാൻ വരും എന്നൊക്കെ പറയുന്നു. അതുപോലെ ഗോക്കു നീ ചാകാതെ നോക്കണം എന്നും വെജീറ്റയോട് പറയുന്നുണ്ട്. ഇത് കണ്ട് ഗ്രനോള, നീ വീണ്ടും ഫൈറ്റിന് വരികയാണോ? അങ്ങനെ വെജീറ്റ വീണ്ടും അൾട്രാ ഈഗോ ഫോമിലേക്ക് മാറുന്നു. ഈ സമയം നമ്മുടെ ഗ്രനോള പറയുന്നുണ്ട്, കാരണം ഓൾറെഡി വെജീറ്റ നല്ല രീതിയിൽ തളർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അങ്ങനെ അതൊന്നും കാര്യമാക്കാതെ പിന്നെയും ഗ്രനോള വേഴ്സസ് വെജീറ്റ എന്നൊരു ഫൈറ്റ് അങ്ങ് പോകുന്നു. അങ്ങനെ ഫൈറ്റിൽ ആ ഒരു സുഗേറിയൻസ് താമസിക്കുന്ന സ്ഥലത്തെത്തുന്നു. ഓൾറെഡി ഗ്രനോളയ്ക്ക് അറിയാം ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്താൽ ബാക്കിയുള്ളവരും ഇല്ലാതാകും, ഇവിടെ നിന്നും ഫൈറ്റ് വേണ്ട എന്ന് ഗ്രനോള പറയുന്നുണ്ട്. പക്ഷെ വെജീറ്റ അതൊന്നും കാര്യമാക്കുന്നൊന്നുമില്ല. അങ്ങനെ ഇവരുടെ ഫൈറ്റിൽ വെജീറ്റ ഗ്രനോളയുടെ കൈയൊക്കെ പിടിച്ച് കടിക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല രീതിയിൽ ഫണ്ണായിട്ട് തോന്നി. അങ്ങനെ അവസാനം ബാറ്റിലിൽ ഗ്രനോള വെജീറ്റയെ നോക്ക് ഡൗൺ ചെയ്യുന്നു. അങ്ങനെ ഗ്രനോളയും മുഴുവനായി ക്ഷീണിച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു ഭാഗത്തേക്ക് ചേർന്നിരിക്കുന്നു. ഈ സമയം അവിടെ ബാറ്റിൽ നടന്നതുകൊണ്ട് തന്നെ അവിടെയുള്ള ബിൽഡിങ്സ് ഒക്കെ ഇടിയാൻ തുടങ്ങുന്നുണ്ടാകും. ഈ സമയമാണ് ഗ്രനോള ഒരു കാര്യം കാണുന്നത്. അവിടെയുള്ള ഒരു ക്രീച്ചർ തന്റെ മക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഈ സമയത്താണ് ഗ്രനോളയുടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. സയൻസ് തന്റെ പ്ലാനറ്റ് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞു ഗ്രനോള അമ്മയുടെ അടുത്ത് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അങ്ങനെ ഇത് കഴിഞ്ഞ് ഗ്രനോള പിന്നെയും നോക്കുമ്പോഴതാ വെജീറ്റ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നു. അങ്ങനെ ഗ്രനോള പിന്നെയും വെജീറ്റയെ അടിച്ചങ്ങ് ദൂരെ തെറിപ്പിച്ച്, ഗ്രനോള നിന്റെ കഥ ഇവിടെ തീരാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു വലിയ ബ്ലാസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ സമയം വെജീറ്റ പറയുന്നുണ്ട്, ബിയറസ് എന്നോട് ക്ഷമിക്കണം, ഇതിൽ കൂടുതൽ എനിക്ക് ഒരു ഈഗോ ആയി ഒരു മോശം ക്യാരക്ടറായി ഇരിക്കാൻ സാധിക്കില്ല. ഈ ഒരു ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാൾ കഷ്ടമായിട്ടുള്ള ഒന്നാണ്. ഇതായിരിക്കും എന്നാൽ എന്റെ അവസാനത്തെ വിധി എന്ന് പറയുമ്പോൾ ഇത് കണ്ട് ഗോക്കു ഇത് തടയാൻ വേണ്ടി ഓടി വരുമ്പോഴായിരിക്കും ഗ്രനോളയുടെ സ്പേസ്ഷിപ്പ് അവിടേക്ക് കടന്നു വരുന്നത്. ആ ഒരു സ്പേസ്ഷിപ്പിന്റെ ഉള്ളിൽ ആരാണെന്ന് നോക്കിയാൽ നമ്മുടെ നാമക്യനും. അങ്ങനെ ഇത് കണ്ട് നാമക്യൻ പറയും, ഗ്രനോള നീ ഇത് നിർത്ത്. അങ്ങനെ ആ ഒരു പറയുന്ന ഗ്യാപ്പിൽ തന്നെ ഗോക്കു ഗ്രനോളയെ തട്ടി മാറ്റും. അങ്ങനെ നാമക്യൻ താഴേക്ക് ഇറങ്ങി വരുന്നു. ഇത് കണ്ട് ഗോക്കുവും വെജീറ്റയും ഷോക്കാകുന്നുണ്ട്, ഇവിടെ നാമക്യനോ? അങ്ങനെ ഗ്രനോള ദേഷ്യത്തിൽ നാമക്യനോട് പറയുന്നുണ്ട്, ഇവിടെ എന്തിനാണ് വന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ നാമക്യൻ പറയും, നീ ചില വിഷയങ്ങൾ തെറ്റായിട്ടാണ് ചിന്തിച്ചിട്ടുള്ളത്. 40 വർഷം മുമ്പ് സയൻസ് ഇവിടെ വന്ന് പ്ലാനറ്റ് ഡിസ്ട്രോയ് ചെയ്തപ്പോൾ
ബാർഡോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയ്യനാണ് നിന്നെ രക്ഷിച്ചത്. ഇത് കേട്ടപ്പോൾ തന്നെ ഈ ചിത്രം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഗോക്കുവിന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പക്ഷെ വെജീറ്റയ്ക്ക് ഏകദേശം ഇത് അവനല്ലേ എന്ന രീതിയിലാണ് നോക്കുന്നത്. ഗ്രനോള തന്നെ ഒരു നിമിഷം ഇത് കേട്ട് ഷോക്കായി പോകുന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ബാർഡോക്ക് ആരാണെന്ന് അറിയാത്തവര് എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും ആ ഒരു ക്യാരക്ടറിനെ അറിയാമായിരിക്കും. നമ്മുടെ ഗോക്കുവിന്റെ ഫാദർ ആണ്. കൂടാതെ പുള്ളിക്കാരൻ എങ്ങനെ ഗ്രനോളയെ ഹെൽപ്പ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടുത്ത പാർട്ടിൽ നമ്മൾ വിശദീകരിച്ച് പറയുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി പിന്നെ വരാം.